കൽക്കട്ടയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയോട് ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. സിസ്റ്റർ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. പക്ഷെ എന്നാൽ പോലും തെരുവോരങ്ങളിലെ മരണങ്ങളും അല്ലെങ്കിൽ രോഗബാധിതർ ഒരുപാട് കൂടുക മാത്രമാണ് ചെയ്യുന്നത്. സിസ്റ്ററിൻ്റെ ശുശ്രൂഷ പരാജയപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി അഭിമുഖത്തിൽ. കൽക്കട്ടയിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, വിജയിക്കാനല്ല, പകരം വിശ്വസ്തരായിരിക്കാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ രാജാക്കന്മാരുടെ കയ്യിലും നേതാക്കന്മാരുടെ കയ്യിലൊക്കെ ഏൽപ്പിക്കപ്പെടുമെന്ന്. എപ്പോഴും ഭയപ്പെടേണ്ട, കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും ആ സമയത്ത് എന്തൊക്കെ പറയണമെന്നുള്ള കാര്യങ്ങളിലല്ല. ഇന്നത്തെ സുവിശേഷം ഒറ്റ വാക്കിൽ എന്നോട് ഉപമിക്കാൻ പറഞ്ഞാൽ വരാനിരിക്കുന്ന സഹനത്തിൻ്റെ ഒരു സൂചനകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൈ നീട്ടി വാങ്ങാറുണ്ട്. പക്ഷേ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ 2 ചുവട് എപ്പോഴും പിന്നോട്ട് എടുത്തു വെക്കാറുണ്ട്. സഹനങ്ങൾ പലപ്പോഴും ജീവിതത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ സഹനമൊന്ന് കടന്നു പോയാൽ മതി എന്നായിരിക്കും ദൈവത്തിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മളാരും ഓർക്കാറില്ല 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഉയർപ്പിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ മഹത്വത്തിൻ്റെ ആ ഒരു തിരിച്ചുവരവിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. കല്ലുകൾ കൊണ്ടും മണ്ണ് കൊണ്ടൊക്കെ നിർമ്മിച്ചൊരു ആലയമല്ല തിരുസഭ. പകരം സ്നേഹത്തിൻ്റെ അവസാനോത്തരമായിട്ട് ഒരുപാട് വിശ്വാസികൾ തങ്ങളുടെ ജീവൻ ത്യജിച്ചുകൊണ്ട് നിർമ്മിച്ചൊരു ആലയമാണ് തിരുസഭ. അവരുടെ രക്തത്തിൻ്റെ മീതെയാണ് തിരുസഭ യഥാർത്ഥത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയിലൊക്കെ നമ്മൾ ഈ ഗാനം കേട്ടിട്ടുണ്ടാവും, സ്നേഹത്തോടെ ഏകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേര് നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനമെന്ന്. ഇന്ന് നമുക്ക് ഈ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കേകുന്ന സ്നേഹത്തോടെയുള്ള ചുംബനങ്ങളാണ് സഹനങ്ങൾ. ഈ ചുംബനങ്ങൾ കൈകളോടെ സ്വീകരിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള മനസ്സിനായിട്ട്. ആമേൻ.